അല്ല എന്താ വർത്താനം? അവിടുത്തെ ഇപ്പ ഹോസ്പിറ്റലാന്ന് കേട്ടു, ഭേദായോ? നല്ല വർത്താനപ്പാ. ഇമ്മ എവിടെ? അവിടുത്തെ ഇപ്പൊ ഡിസ്ചാർജ് ആയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പാ ഞാനൊരു പൊല്ലാപ്പില് പെട്ടുപോയി. അത് പറയാനാണ് ഇക്കാനോട് പറയാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇമ്മ അക്ഷയ പോയതടി. അതെന്താ ഓനറിയാത്തൊരു വിഷയം? ഓനെറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും? അതൊന്നുമില്ല. അവിടുത്തെ ഇപ്പാന്റെ പെങ്ങളെ മോനും ആപ്പാന്റെ മോനും വാപ്പാനെ കാണാൻ വന്നിരുന്നു. ഓരൊക്കെ പറയണത് ഞാനും ഇക്കയും വാപ്പാനെ നോക്കണില്ല എന്നാണ്. ഓരോ വർത്താനത്തൊന്നും ഇക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? അന്ന് കാക്കൂന് കൊടുത്ത സ്ഥലല്ലേ, അത് തിരിച്ചു കൊടുക്ക, അല്ലെങ്കിൽ ഇപ്പാന്റെ നേർക്ക് നോക്ക. എന്നിട്ട് അനസും ഇത് എന്താ തീരുമാനം എടുത്ത്? ഞാൻ തീർത്തും പറഞ്ഞു എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നുള്ളത്. എന്നാൽ എനിക്കൊരു ഭയം, നമ്മൾ ആ സ്ഥലം ഇപ്പാന്റെ പേർക്ക് വീണ്ടും തിരിച്ചെഴുതി കൊടുക്കേണ്ടി വരുമോ എന്നുള്ളത്. നമ്മളെ 20 ലക്ഷം ആ വീടിന്റെ മുകളിൽ കിടക്കല്ലേ. അങ്ങനെ പ്രശ്നം ഉണ്ടല്ലേ? എന്നാ ഇതൊരു കാര്യം ചെയ്യേ, അനസിന്റെ പേരിന്ന് എന്റെ പേർക്കാക്കാൻ പറയാ സ്ഥലം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അതിപ്പോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അല്ലെങ്കിൽ താത്താക്ക് അതൊന്നും ഒരു ഷെയർ പോകും. നമ്മൾ ഇറക്കിയ പൈസ വെള്ളത്തിലാവും. അതോല്ലോ വെച്ചിട്ട് ഇക്കൊരു ആദ്യമൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ഇക്കാനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കട്ടെ. തൽക്കാലം ഇത് ഇവിടെ വന്ന കാര്യം നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തൊന്നും ഓൻ അറിയണ്ട. എന്നാ ഇപ്പൊ ഞാൻ ഉമ്മാനെയൊന്നും കാക്കണില്ല, ഞാൻ പോട്ടെ.